ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മൾ വന്നിരിക്കുന്നത് ബിഗേഴ്സ് ക്രൈം സിമുലേറ്റർ പാർട്ട് 3 ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതെന്തോ സ്പിന്നിങ് വീൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടും. എന്തായാലും നമുക്ക് ലാഭമുള്ളത് കിട്ടുള്ളൂ. അങ്ങനെ അപ്പോൾ നമുക്ക് നേരെ അടിക്ക് ചാട്ടം ചാടി പോവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളൊന്നൊരു കാർ വെഹിക്കിൾ ബന്ധപ്പെട്ടിട്ടൊരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ വേറെ വല്ല റേസിങ്ങോ വല്ലതും ആവും. ഫസ്റ്റ് നമുക്കിപ്പോൾ വേറെ വല്ലതും ചെയ്തിട്ട് പിന്നെ മറ്റേ ഇത് ചെയ്യാം, അപ്പുറത്തുള്ളതൊക്കെ. അല്ലെങ്കിൽ തന്നെ ചെയ്താലോ ഫസ്റ്റ് കുഴപ്പമില്ല. നമുക്ക് ഫസ്റ്റ് ഇവിടേക്ക് ഇത് മാറിക്കാം കേട്ടോ. നമുക്ക് ഇവിടേക്കുള്ള ലൊക്കേഷൻ നോക്കണം ഫസ്റ്റ്. അപ്പോൾ ഇത് ചെയ്യാം, ഫ്ലൈങ് ഡൗൺ ദി സ്റ്റാർസ്, ഇത് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഇങ്ങോട്ട് വരാം. അത് നേരെ ഇങ്ങോട്ട് വരാം. സംസാരിക്കണം. അപ്പോൾ നമുക്ക് ആ സ്ഥലത്തേക്ക് വേഗം തന്നെ പോകേണ്ടതാണ്. അതിന് നമുക്ക് കാറ് വേണം. ഞാൻ ഓടിയിട്ട് ഇപ്പോൾ ഏത് കാർ എടുക്കണം എന്ന് എനിക്കറിയില്ല. കാർ എടുക്കണം തന്നെ പോലീസ് ഇവിടെ ഉണ്ട്. പോലീസ് എന്നെ പിടിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ വല്ല മറ്റേ നിർത്തിയിട്ട ട്രക്ക് ഒന്നും ഉണ്ടാകുന്നില്ലേ? ട്രക്ക് ഇപ്പോൾ കാണാനില്ലല്ലോ, അതും തട്ടിയിട്ടു. അപ്പോൾ കാറ് കണ്ടുപിടിച്ചിട്ട് ബാക്കി തുടങ്ങാം. അയ്യോ, കുറേ നേരം ഈ ബൈക്കിനെടുത്താലോ? ഇതിൽ കണ്ടുപിടുത്തുണ്ട്. അടിച്ചടിച്ച് ബാക്കിക്ക് പോയാ അതൊന്നും പരിപാടി. നിൽക്ക് ഞാൻ കയറട്ടെ നിൽക്ക്. അയ്യോ, പോലീസ് വന്നു. അടക്കി ഇപ്പോഴുള്ള സ്പിൻ ചെയ്യാനുള്ള സമയം. ഇത്ര നേരം അവന്മാർക്ക് ചോദിക്കണ്ടാവില്ല. ചോദിക്കുകയാണെങ്കിൽ ഞാൻ പോവില്ല, അത് വേറെ കാര്യം. അയ്യോ, പോലീസുകാരെ ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പുറത്തേക്ക് തട്ടിയിട്ടുണ്ട്. നോക്കിയിട്ട് ഈ സബ്വേൻ്റെ അടിയിൽ കൂടെ, സബ്വേ ആണോ എനിക്കറിയില്ല, ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവാം, അത് നല്ലത്. അല്ലെങ്കിൽ അവർ എന്തായാലും നമ്മളെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏത് കൂടെ പോവുക? സബ്വേ തന്നെ കുഴപ്പമില്ല. എക്സിറ്റ് അടിക്കാം. ചിലപ്പോൾ പോലീസ് പോയിട്ടുണ്ടാണെങ്കിലോ. പോലീസ് പോയിട്ടില്ല. എന്ത് ചെയ്യാന്ന് എനിക്കിപ്പോൾ ഒരു ഐഡിയ ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് മിഷൻ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ പോലീസൊക്കെ തന്നെ പോയിക്കോളും. ഓക്കെ, കളക്ട് ഓൾ ദ എന്തോ പറഞ്ഞുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കി അതുപോലെ ചെയ്യണം. അതെ, ഇതന്നെ പാരഷൂട്ടിൻ്റെ നമ്മൾ ഓടേണ്ട ഒരു ഒറ്റ ചാട്ടം ചാടിക്കോ. ക്ലിക്ക് ഒബ്ജക്റ്റ് അറൗണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇനി അതും പോയി. അപ്പോൾ നമുക്ക് അടുത്തത് വല്ല വണ്ടി വല്ലതും വാങ്ങിയാലോ എനിക്ക് തോന്നുന്നത്. മുകളിൽ കണ്ട കുറേ കാശൊക്കെ ഉണ്ട്. 2000 years later. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഒരടി ഉണ്ടാക്കിയാലോ? ഡാൻസ് അവൻ ചാടി പോണം. സീരിയൽ കില്ലർ അല്ലേ? ഇവന്മാരെന്താ ചെയ്യണം നോക്കാം. പോലീസുകാർ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹൈവേയിലാണ്, അവിടേക്ക് വേണം. മിഷൻസ് നടക്കണ എന്നെ വന്ന് വെറുതെ ഇടിക്കണം. അപ്പോൾ ബാക്കി ഓടി ഇടിച്ച് പിന്നെ ചേസ് ചെയ്യാൻ വരും. അതാവും ഇത്രേ ഉള്ളൂ. ഇവന്മാർക്ക് ശരിക്കും ബ്രെയിനിൽ നിന്ന് തന്നെ സാധനമില്ല. ഇവന്മാർക്ക് വേണ്ട. ഇതങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് അങ്ങോട്ട് കുറച്ച് ദൂരമുണ്ട്. ഈ പോലീസ് പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒരു വണ്ടിയോ ബൈക്കോ കിട്ടിയാൽ നമുക്ക് പോകാനോ. അല്ലാതെ വെറുതെ നിൽക്കുമ്പോൾ തന്നെ അവന്മാരെ വേണമെങ്കിൽ നമുക്ക് അടിച്ചിടാം. ചവിട്ടിയാൽ മതി, അവന്മാർ അങ്ങനെ താഴെ വീഴും. ഇറങ്ങിയടാ, അവന് നമ്മളെ നോക്കണം. അത് പാളിപ്പോയി. കുഴപ്പമില്ല, എടുക്കാൻ നിൽക്കരുത്. അത്രേ ഉള്ളൂ. അരഞ്ഞങ്ങ് പോയി. എന്നെ ഇടിച്ചിടാറായവൻ.
വണ്ടി അവിടെ ഗ്ലൂക്കോസ് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നല്ല എനർജി ഉണ്ട്. അവൻ ഫുള്ള് എനർജിയിലാണ്. അടിപൊളി അടിപൊളി. ഹെഡ്ഷോട്ട്. ഇവനിന്ന് ഡാൻസ് കളിച്ച് വട്ടാക്കിയിട്ട് ഞാൻ വീടുള്ളൂ. അത്രേ ഉള്ളൂ. എല്ലാവരും കണ്ട എല്ലാവരും അടിഞ്ഞ് മറ്റേ ജംസീനെ വൃത്തിയാക്കിയ പോലെ. ഇവൻ നമ്മളടിക്കാൻ എന്നെ അടിക്കാൻ വേണ്ടിക്കല്ല അവൻ്റെ കാശ് മുകളിലായിരിക്കണേ. എന്ത് ചെയ്യാനാ. കിട്ടി. ഇതൊന്നും ഇതിനെ അയക്കാത്ത. കൊള്ളു. അത്രേ ഉള്ളൂ. അവനടിക്കാൻ എന്താ ഇങ്ങനെ കൊല്ലുവനെ. ഇവന്താ ഇങ്ങനെ ഡാൻസ് കളിച്ചോണ്ടിരിക്കണേ. കൊണ്ടില്ലേ ഇവനിപ്പോൾ എന്താ ചെയ്യുക? കൊണ്ട് പറഞ്ഞാൽ മീൻ പടയ്ക്കണ പോലിരുന്ന് പടയ്ക്കണ സാധനമായിരുന്നു. ഇപ്പോൾ ഒറ്റടി കൊണ്ട് വീണ് തല കറങ്ങി നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ പാറി നടക്കണ അവസ്ഥയായി. അപ്പോൾ ഫ്രണ്ട്സ് എങ്ങനെയൊക്കെ ഞാൻ വണ്ടിയൊക്കെ എടുത്ത് അവരെ കുറച്ച് ഡാൻസൊക്കെ കളിപ്പിച്ച് നൈസിലി വന്നു. അതിൻ്റെ ഇടയിൽ ഞാനൊരു മെഷീനാണ് ചെയ്യണത്. എന്തോ ഇതുണ്ട് ഇവിടെ കുറേ ഇതിനെ ഇലിമിനേറ്റ് എനിമീസ്. ഇവരെയൊക്കെ ഇടിച്ച് കൊല്ലണം. കാറിലോട്ട് നിങ്ങൾക്ക് എളുപ്പമാണ്. ഓക്കെ, നമുക്ക് അത്യാവശ്യത്തിന് ഡയമണ്ടൊക്കെ സുഹൃത്തുക്കളെ നാടകം ആരംഭിക്കും. സ്പൈഡർമാൻ്റെ പോലെ നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഒക്കെ മേലിൽ അള്ളിപ്പിടിച്ച് കയറിയിട്ടുണ്ട്. ഇടിക്ക് ചാടി. ഇതെന്താ മഷ്റൂം എന്തോ എടുത്തുണ്ട്. നമ്മൾ ഇതിൽ കൂടെ വരിക. ഇവിടെ കുറേ വണ്ടികൾ കിടക്കുന്നത് കാണാം. നമുക്ക് ഈ മെഷീൻ ചെയ്ത് നോക്കാം. ഓക്കെ ഗായ്സ്, ഡെലിവറി ആയാണെന്ന് പറഞ്ഞിരിക്കണം ഈ വാന്. അപ്പോൾ ഈ വാനെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നമ്മൾ എവിടേക്കെങ്കിലും ഇത് കാണിക്കും പോയിൻ്റ്, അവിടേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഫ്രണ്ട്സ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ അടുത്തെത്താറായി. നമ്മൾ ഈ പാലത്തിൽ കൂടെയാണ് എപ്പോഴും അങ്ങനെ സഞ്ചരിക്കാറ്. പാലം നമ്മുടെ ഒരു വീക്ക്നെസ്സാണ്. കണ്ട ഡ്രിഫ്റ്റ് ചെയ്തൊക്കെ പോയി. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. ദൂരത്തൊക്കെ വണ്ടികൾ പെട്ടെന്ന് ഡ്രിഫ്റ്റ് ഇരിക്കണം. അതായത് ഇത് ഡ്രിഫ്റ്റ് മീൻസ് ഇത് വികാസ് ക്രൈം സിമുലേറ്റർ 2 ആണ്. അപ്പോൾ ഇതിൽ അങ്ങനത്തെ ഡ്രിഫ്റ്റൊക്കെ അതുപോലത്തെ പുതിയ കാര്യങ്ങൾ ഇതിലുണ്ടാവേണ്ടതാണ്. അപ്പോൾ അതാണ് ഇതിലും തോന്നുന്നുണ്ട് എനിക്ക്. കഴിഞ്ഞ മറ്റേ വികാസ് ക്രൈം സിമുലേറ്റർ 1 ഡ്രിഫ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിൽ പിന്നെ ഇതൊക്കെ ഉണ്ട്. കണ്ട നമുക്ക് വെറുതെ പൈസ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനത്തെ ജോലികളും നമുക്ക് ചെയ്യാം. എനിക്ക് ഇതുപോലത്തെയാണ് എനിക്കിഷ്ടം. ട്രാവലിങ്, വണ്ടിയൊക്കെ ഓടിച്ച് ഡ്രിഫ്റ്റൊക്കെ അടിച്ച് പതുക്കെ പോവാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അടുത്ത ഒരു മിഷനിലേക്ക് പോവുകയാണ്. അതായത് ഇത് റേസിംഗ് ആണെന്ന് തോന്നുന്നു. റേസിങ്ങിനെ അപ്പോൾ നമ്മൾ നേരെ വളച്ചെടുത്ത് ഇങ്ങോട്ടോ നമ്മൾ വായു കൂടെ വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ കുറേ ശുംഭന്മാരും മണ്ടന്മാരും അപ്പുറത്തേക്കൊക്കെ ഓടിച്ച് കളിക്കുന്നുണ്ട്. നമ്മൾ ഇത് കൂടെ പോയി ഇതേ സ്ഥലം നമ്മൾ ട്രാക്കിലേ അല്ല കേട്ടോ, നമ്മൾ ഔട്ട് ഓഫ് ട്രാക്കാണ്. അല്ലെങ്കിൽ ഇത് ഓഫ് റോഡാണ്. അതൊന്ന് പിന്നെ ഓഫ് റോഡായി. ഓഫ് റോഡല്ല, ഔട്ട് റോഡാണ്. അതോ ആരുടെ അത് സ്വിമ്മിംഗ് പൂൾ മറ്റേ വാട്ടർ പാർക്കിലൊക്കെ വരില്ലേ അതുപോലത്തെ സ്ലൈഡ് ചെയ്തിട്ട് വരുന്നവൻ. കാറൊക്കെ നമുക്ക് ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യാൻ നല്ലത്. നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ അങ്ങ് പോയി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരുത്തിനെ പേടിച്ച്. അപ്പോൾ നമ്മൾ ഇതിൽ ജയിക്കാൻ പോകുന്നു ഫ്രണ്ട്സ്. ചെക്ക് പോയിന്റ് എടുക്കണം. മണ്ടായി. ഈ ബൈക്ക് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. കണ്ട കുറേ പേര് അവിടെ ചത്തെടുക്കും, കുറേ പേര് അവിടെ നിന്ന് വെടിവെക്കും. ഈ വഴി തന്നെ. ഇതൊന്നും എന്താ എടുക്കാൻ പറ്റാത്ത അവന്മാർ അപ്പോഴേക്കും ഇങ്ങോട്ട് വരും. വരും. ഇവനെന്താണിത് കഞ്ഞി കുടിച്ചില്ലേ രാവിലെ?
എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. വണ്ടി എടുക്കടാ, എടുക്ക്. അവന്മാർ വരുന്ന നിൽക്കുന്നു. അത് ഒരുത്തൻ 93 വരുന്നു. അവിടെയും വേണം. ഇവർക്ക് വീഴണം തന്നെ മാത്രമേ ഇവർക്ക് ഇഷ്ടപ്പെട്ടായിട്ടുള്ളൂ. അതായത് വീഴണമാണ് ഇവർക്ക് ഇഷ്ടം. വീഴുക, അപ്പുറത്ത് കൂടെ ഒക്കെ പോവുക, ചാടി വരിക, അതുപോലത്തെയാണ് സംഭവങ്ങൾ. കണ്ട നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ വന്നു. അല്ല ഇവരെങ്ങനെ പക്ഷേ ഇങ്ങോട്ട് അല്ല സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് അല്ല, മറ്റേ പാർട്ട് നമ്മൾ നേരത്തെ വന്നു തന്നെ. അയ്യോ ഇവന്ത് ഈ തവളത്തോടെ കിടക്കണേ. വണ്ടി എടുക്കണമെന്ന് ഇതിനെന്തെങ്കിലും വല്ല പ്രശ്നമുണ്ടോയെന്നൊരു സംശയമുണ്ട് എനിക്ക്. വണ്ടി ഇടിച്ചാൽ അതാ വീണ്ടും പിടിച്ചു. വണ്ടിയാണെങ്കിൽ അങ്ങനെ ഒരു തേങ്ങ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. നമ്മളാണ് ഫസ്റ്റ്. നമ്മൾ പ്ലെയർ, പിന്നെ മൈക്കിള്, പിന്നെ ജെയിൻ, ആൻഡി, ജാക്ക്, ഡേവിഡ്, ജോൺ, റാൻഡി ഇവരൊക്കെ ഉണ്ട്. എന്താ ചെയ്യുക, ഫസ്റ്റായി പോയില്ലേ. അതും ഒരു വേറെ ഒഫീഷ്യൽ പേരൊന്നുമില്ല, ജസ്റ്റ് പ്ലെയർ എന്നിട്ടൊരു പേരേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് അടിക്കണമെങ്കിൽ എൻ്റെ കഴിവ് നോക്കണം. എൻ്റെ ഇടയ്ക്കൊക്കെ അടിച്ച് തലകറങ്ങി വീണു ആൾ. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് അത്യാവശ്യം നമ്മുടെ ചെക്കൻ സെറ്റായിട്ട് നമ്മൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയ്ക്കുള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മളൊരു ഓഫ് റോഡ് പോകുന്നതും, അതായത് ഈ ബീച്ച് സൈഡിലൊക്കെയാണ് ഈ ഓഫ് റോഡ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുക, മലയും കുന്നൊക്കെ. അപ്പോൾ അവിടെ നമ്മളൊരു ജീപ്പ് എടുക്കും. പോലീസിൻ്റെ ജീപ്പായാലും കുഴപ്പമില്ല, നമ്മൾ ഏതെങ്കിലും ജീപ്പ് എടുത്തിട്ട്, അതോ നമ്മൾ ഇന്ന് കഴിഞ്ഞ പാർട്ടിൽ കളിച്ച ജീപ്പാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.